ഒരു പടങ്ങൾ അച്ഛൻ കഥ പറയുമ്പോൾ ഇതിൽ ഞാൻ ചെയ്യാനുള്ളത് എന്തിനാ പടം ചെയ്യുന്നത്, എങ്ങനെ നിങ്ങൾ റിലീസ് ചെയ്യും, എന്തിനു ചെയ്യുന്നു, അങ്ങനെ പടം മുടക്കിയിട്ടുണ്ട്. ഞാൻ ആക്ട് ഫിലിംസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തമിഴ് ആക്ട് ഫിലിമാണ് ചെയ്യുന്നത്. ഒരു നല്ല അറിയപ്പെടുന്ന ഡയറക്ടറാണ്. എപ്പോഴും ഈ ഡയറക്ടേഴ്സ് എന്ന് ചെറിയ തോട്ട് ഉണ്ടാവും, ഞാൻ സുപ്പീരിയർ ആണ്, ഞാൻ ഡയറക്ടറാണ്, നീ എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന, അങ്ങനെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്കംഫർട്ട് ആ വർക്കിനുണ്ടാവും. നമുക്കുണ്ടാവില്ല, ആ വർക്കിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ് എനിക്കൊരു സാധനം വേണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സിറ്റുവേഷൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ അതിന് ഒരു മ്യൂസിക് ചെയ്ത് വെച്ചു. വന്ന് കേട്ടിട്ട് ഇതല്ല, എൻ്റെ മൈൻഡിലുള്ള സാധനം വന്നിട്ടില്ല, ഈ മൈൻഡിൽ ഉള്ള സാധനം പറയാൻ പറ്റാതെ ഒരു സ്ട്രഗിൾ പുള്ളി കാണിക്കുന്നുണ്ട് ഒരുപാട് നേരമായിട്ട്, കുറേ നേരമായിട്ട്. ഇത്രയ്ക്കും ഞാൻ ഗിറ്റാർസും എല്ലാം ഓർക്കസ്ട്ര വരെ തിരിച്ചിരിക്കുകയാണ്, എല്ലാം ഓർക്കസ്ട്ര ഇരിക്കുന്നുണ്ട് അവിടെ ആക്ച്വലി. അപ്പോൾ ഈ മൈൻഡുള്ള എല്ലാം ഇതില്ല സാറേ, മൈൻഡ് പിള്ളേർക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ അല്ലേ, അതൊരു നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സംഭവമാണ്. കാരണം അത് പറയാൻ പറ്റണം. ഈ മ്യൂസിക്കിന് അവർ ഉദ്ദേശിക്കുന്ന ഏതോ കേട്ട സാധനം എന്തോ ആണ്, അവരെന്തോ സാധനം കേട്ടിട്ടുണ്ട്, നമ്മൾ ചെയ്ത മ്യൂസിക് അല്ല എന്ന് പറഞ്ഞാൽ വേറെ സാധനം മെയിലുണ്ടല്ലോ, അത് എന്തോ ഒരു റെഫറൻസ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കും, ആ റെഫറൻസ് കേൾപ്പിക്കൂ, എന്താണ് നിങ്ങൾ കേട്ടെന്ന് കേൾപ്പിക്കൂ, കാരണം നമ്മൾ കോപ്പി അടിക്കില്ല. പക്ഷെ ആ ഗ്രാഫ്, അതിന്റെ മൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൈൻഡിലുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ കുറെ നേരം പറഞ്ഞ അവസാനം ഞാൻ ചീത്ത വിളിക്കേണ്ടി വന്നു, എന്നെ മണ്ടക്കൊണ്ട് എന്നെ സാർ അങ്ങനെ ചോദിക്കേണ്ടി വന്നു. അതുപോലെ സിറ്റുവേഷൻ ചില സമയത്ത് ഉണ്ടാവും. അതൊരു പ്രശ്നമായിട്ടോ ഒരു ടെൻഷനായിട്ടോ വിഷയമല്ല. വർക്കിൽ ഇത് ഹാപ്പൻസ്. വർക്ക് ഓൾ ദ വർക്ക് വിൽ നോട്ട് ഹാപ്പൻ സ്മൂത്ത് ആയിട്ട് വർക്ക് നടക്കുന്ന എക്സ്പെക്ട് ചെയ്ത വിഷയമല്ല. നമ്മളൊരു ആൾക്ക് വേണ്ടി ഒരു മ്യൂസിക് ചെയ്യുമ്പോൾ അത് ഓഡിയൻസ് എത്തിക്കേണ്ട ഒരു മ്യൂസിക് ആണെങ്കിൽ ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. സോ അതിൻ്റെതായ ഒരു പ്രഷറും ടെൻഷനും റിസ്ക് എല്ലാം ഉണ്ടാവും. വല്ലാണ്ട് ദേഷ്യം വരും. അങ്ങനെ ഞാൻ ദേഷ്യപ്പെടില്ല. മെയിൻ വർക്കിൽ ഞാൻ ദേഷ്യപ്പെട്ടതായിട്ടോ ടെൻഷൻ ആയിട്ടോ ആരും പറയില്ല. ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വന്നിട്ട് വർക്ക് വേണ്ടെന്ന് വെച്ചിട്ട് പോയിരുന്നു അല്ല, അങ്ങനെ ഞാനേ പോയിട്ടില്ല. ഞാനതേ പറഞ്ഞില്ല, ഞാൻ മാക്സിമം കോപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ വിനയൻ സാറിന്റെ പറഞ്ഞത് ഒരു പാട്ട് ഞാൻ ചെയ്ത് പറഞ്ഞത് അഹങ്കാരം കൊണ്ടല്ല. ഞാൻ വിനയൻ സാറോട് പിന്നെ പറഞ്ഞതാണ്, സാർ ഞാൻ എല്ലാ പടങ്ങളും ഞാൻ ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്, അവർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി വിശ്വസിച്ചാൽ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി, ഐ എം പാർട്ട് ഓഫ് യുവർ പ്രോജക്ട്, അങ്ങനെ വിചാരിച്ചാൽ ചെയ്യുന്നത്. ചിലപ്പോൾ അത് അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ 10 ട്യൂൺ ചെയ്യും. പക്ഷെ മൊത്തം ഈ ചില പേര് 3-4 ട്യൂൺസ് കേൾപ്പിച്ച് കൺഫ്യൂസ് ചെയ്യില്ലേ, സാർ ഇതെല്ലാം ചെയ്തു, അത് എത്ര ചെയ്തല്ലേ, ഇതെങ്കിലും ഒന്ന് ഓക്കെ ചെയ്യാന്ന് പോലെ കൺഫ്യൂഷൻ ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഈ പാട്ട് അല്ലെങ്കിൽ വേറെ ട്യൂൺ ഉണ്ടാക്കും, അത് ഓക്കെ അല്ലെങ്കിൽ വേറെ ട്യൂൺ ഉണ്ടാക്കും. എനിക്ക് അതിനകത്ത് ഇപ്പൊ ചെയ്തത് മോശമായി പോയി ഞാൻ ചിന്തിക്കില്ല. നിങ്ങൾക്കത് മാച്ച് ആവുന്നില്ല, നിങ്ങൾക്കത് നിങ്ങളുടെ ഐഡിയ വന്നിട്ടില്ല എന്ന് ചിന്തിക്കും. ഞാനൊരു മോശമായ സാധനം നിങ്ങൾ കേൾപ്പിക്കത്തില്ല. അതുകൊണ്ട് ഹൗ ക്യാൻ യു സേ ബാഡ് അബൌട്ട് മൈ വർക്ക് എന്ന് ആ വിഷയം ഒന്നും വരുന്നേ ഇല്ല ഇവിടെ. ഡയറക്ടറെ കേൾപ്പിക്കുന്നത് ഫൈനൽ ഔട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു ട്യൂൺ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ മുമ്പെല്ലാം അപ്പം തന്നെ കമ്പോസ് ചെയ്യുന്നിട്ട് ചെയ്ത് കേൾപ്പിക്കുന്ന സെറ്റപ്പ് ഇപ്പം ഇല്ല. കാരണം ഇപ്പോൾ ചെറിയ ബീജങ്ങൾ ഉണ്ടാക്കി കേൾപ്പിച്ചാൽ അവർക്ക് മനസ്സിലാവും പാട്ട് ഏത് മൂഡിലാന്ന് മനസ്സിലാവും. ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് അങ്ങനെയാണ്, വെറുതെ ട്യൂണ് ഹാർമോണിയസ് പിടിച്ചിട്ട് പാടിയൊന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ കുറച്ച് സമയം എടുക്കും. ഞാനൊരു 3-4 ഡേയ്സ് സമയം ചോദിക്കും. ഈ 3-4 ഡേയ്സിൽ നമ്മളൊരു 3-4 പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ ട്യൂൺ ചെയ്ത് ഇത് പോരാ നമ്മൾ രചിച്ച് അതിനകത്ത് നമ്മൾ ബെസ്റ്റ് ആയിട്ട് വിചാരിക്കുന്ന ഒരു ട്യൂൺ ആയിരിക്കും കേൾപ്പിക്കുന്നത്. മറ്റു ട്യൂൺ അവർ കേൾപ്പിക്കുന്നില്ല. ഇത് നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്ത് വെച്ച പാട്ടുകളായിരിക്കും. അത് കേൾപ്പിക്കാതെ നമുക്കിത് ഓക്കെയാണ്, പുള്ളി സിറ്റുവേഷൻ പറഞ്ഞ മാച്ച്, ദിസ് ഗ്രാഫിക്സ് നൈസ്, ഇത് വർക്ക്ഔട്ട് ആവാൻ പോസിബിലിറ്റി ഉണ്ട്, നമ്മൾ 2 പ്രാവശ്യം ചെയ്തിട്ട് ഇന്ന് ഞാൻ ചെയ്തെങ്കിൽ കടന്നൊരു രാവിലെ വീണ്ടും ട്യൂൺ കേട്ട് വെക്കും. അപ്പൊ ചിലപ്പോൾ തോന്നും ഇതെന്ത് ചെയ്ത് വെച്ചിരിക്കുന്നു, മോശമാണ്, നമ്മൾ വേറെ ചെയ്യും. അങ്ങനെ കൺഫർമേഷൻ ആവുന്ന ഒരു ട്യൂണാണ് ഞാൻ കേൾപ്പിക്കുന്നത്. അത് ഫൈനൽ എന്ന അർത്ഥമല്ല. ഡയറക്ടറിന് അത് ഓക്കെ അല്ലെങ്കിൽ അല്ല സാർ ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഞാൻ വേറെ ചെയ്തിരും, വേറെ എന്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനി പേഴ്സൺ ഈസ് കൺവിൻസ് സംതിങ് ടു സംബഡി ഷുഡ് ഹാവ് എ ക്ലാരിറ്റി. ഡയറക്ടർ ആയാലും എന്താണ് എനിക്ക് വേണമെന്ന ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ വർക്ക് വിൽ ബി ഈസി. അത് വലിയ പ്രൊളോങ് ചെയ്ത് പോകുന്ന ഒരു വിഷയമായിരിക്കില്ല. പെട്ടെന്ന് വർക്ക് തീർന്ന് നമുക്ക് പെട്ടെന്ന് റെക്കോർഡിങ് പോകാം. അല്ലെങ്കിൽ പുള്ളി കൺഫ്യൂസ് ആയി നമ്മളും കൺഫ്യൂസ് ചെയ്ത് അല്ലേ, അങ്ങനെ വിഷയം ഉണ്ടാവും. സോ ദാറ്റ് ഈസ് നീഡഡ്. സാജൻ അങ്ങനെ പിണങ്ങി പോയിട്ടില്ല, പക്ഷെ അച്ഛൻ പല സ്ഥലത്തുനിന്നും പിണങ്ങി പോയിട്ടുണ്ട്. ഇല്ല, അന്നത്തെ ഞാൻ അത് ഇതായി പറഞ്ഞില്ല, പക്ഷെ അന്നത്തെ എല്ലാവർക്കും ഭയങ്കര ഈഗോ ഉണ്ടായിരുന്നത്. നമുക്കത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ ഉൾപ്പെടെ എന്തൊരു ഈഗോ ആയിരുന്നു, ശരിക്കും ഈഗോ ആണ്. ഈഗോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പറയാനില്ല. അങ്ങനെ അച്ഛൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അച്ഛനോട് ചെയ്തിട്ടുണ്ട്, അച്ഛൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പിന്നെ വർക്കിൽ പാടില്ല എന്നാണ് ഞാൻ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ എല്ലാവരും ഫ്രണ്ട്ലി രീതിയിൽ വർക്ക് ചെയ്യുന്ന കാരണങ്ങൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അല്ല, അച്ഛൻ ചെയ്തു വെക്കുന്നത് അത്ര കൃത്യമായി 100% ഓക്കെ ഉള്ള സാധനമായിരിക്കും ചിലപ്പോൾ അവിടെ കറക്ഷൻ. അല്ല, ഞാൻ പറയുന്നത് അന്ന് വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, പത്മരാജൻ സാറ്, ഭരതൻ സാർ, എല്ലാവരുടെ വർക്കും എക്സ്ട്രോർഡിനറി. നമ്മളിപ്പോ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ശരിക്കും നോക്കിയാൽ അങ്ങനെ പ്രോഡക്റ്റ് വരുന്നുണ്ടോ ഉണ്ടായിരുന്നു. അപ്പൊ അവരവരുടെ കുറച്ച് വിഷയമുള്ള ആൾക്കാർ അഹങ്കാരം ഉണ്ടാവില്ല, അത് ഉണ്ടാവും. ഇപ്പൊ രാജാ സാർ ഭയങ്കര അഹങ്കാരം ഉണ്ടാവണം, ഇല്ലെങ്കിലാണ് പ്രശ്നം. കുറച്ച് അഹങ്കാരം ഉണ്ടാവും. ഇത്ര പാട്ട് ചെയ്ത ആൾ കുറച്ചെങ്കിലും അഹങ്കരിക്കണ്ടേ, സാധാരണ മനുഷ്യനാണ് പുള്ളി. ഇത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അഹങ്കരിക്കണ്ടേ. അപ്പൊ അത് ആവശ്യം എന്താ ഭയങ്കര അഹങ്കാരം ഉണ്ടാവും. അതിന് തെറ്റ് ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറൊരു സാധനം കൊണ്ടുണ്ട്, ഈ ഈഗോ ട്രിഗർ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ട്രിഗർ ആവുന്ന പോലെ ചെയ്യിക്കരുത്. നീ വലിയ ആളാണോ, രവീന്ദ്രൻ വലിയ ആളാണോ, അങ്ങനെ ഒരാൾ ട്രിഗർ ചെയ്യുമ്പോൾ
അയാൾ ട്രിഗർ ആവും, ഓട്ടോമാറ്റിക് ആവും. അങ്ങനെയാണ്. ഞാൻ വേറെ കാര്യം പറയട്ടെ, അച്ഛൻ ഉറക്കിയിട്ടുള്ള വലിയ വലിയ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസറുമാണ്. ചെറിയ ചെറിയ പടങ്ങൾ വരും, പൈസ ഇല്ലാതെ പടം ചെയ്യാൻ അവർക്ക് അച്ഛൻ ഫ്രീ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഡയറക്ടറിന്റെ തോളിൽ കൈയിട്ടിട്ട് നിനക്ക് എന്താ വേണ്ട പറ, എന്താ വേണ്ട, ഇത് ഓക്കെ ആണോ, ഇത് മാറ്റണോ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇതേ രവീന്ദ്രൻ മാസ്റ്റർ. അപ്പൊ അത് ഈഗോ അല്ല, പുള്ളിനെ കംഫർട്ട് ആക്കുന്ന വിഷയം. അത് എല്ലാവരും ആർട്ടിസ്റ്റ് എക്സ്പെക്ട് ചെയ്യും. വെൻ ഐ ഗോ ഓൺ വർക്ക്, ഇപ്പൊ ഞാൻ ഷാജുൻ കറികൾ ചെന്നിട്ട് പടം ചെയ്തു കഴിഞ്ഞ വർഷം. അതിന്റെ കമ്പോസിംഗ് ഷാജിൻ തന്നെ 4 അച്ഛന്റെ പടം ചെയ്ത ആളാണ്, 4 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അച്ഛൻ്റെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ പുള്ളി എന്നെ വിളിച്ച് ആദ്യം പറഞ്ഞല്ലോ, സാർ നമുക്ക് കമ്പോസ് ചെയ്യാം, എപ്പോഴും ഇരിക്കാൻ പറ്റുന്നത് ഹാർമോൺ വീട്ടിൽ കൊണ്ടുപോകാം, നമുക്ക് ഇരിക്കാം. അങ്ങനെയാണ് പുള്ളി എന്നോട് പറഞ്ഞത്. ഇവിടെ എറണാകുളത്ത് വന്നിട്ടുണ്ട്, നമ്മളൊരു ഹോട്ടൽ മുറി ഇട്ടിട്ട് നമുക്ക് കമ്പോസ് ചെയ്യാം, നീ വന്നേക്ക്, നിന്റെ എന്താ സാധനം കൊണ്ടുവന്നേക്ക്, അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെ കമ്പോസിംഗ് ചെയ്യാറില്ല. കമ്പോസിംഗ് ഡയറക്ടർ ഇരുത്തി എല്ലാം അങ്ങനെ എല്ലാം മെറ്റലിൽ നമ്മൾ ട്യൂൺ പാടി കേൾപ്പിക്കുക, അങ്ങനെ സിസ്റ്റമേ എന്നില്ല. അപ്പൊ എനിക്ക് തന്നെ അന്ന് കുറച്ച് ടെൻഷനായി. ഞാൻ അപ്പൊ അന്ന് ആരൊക്കെ റൂമിലുണ്ടാവും, നമ്മൾ പാടിയത് ശരിയാവുമോ, കാരണം നമ്മൾ പാടി നോക്കിയല്ലേ കേൾപ്പിക്കുന്നത്. അതിന് ആ സന്ദർഭം ഇല്ലാന്ന് പറയുമ്പോൾ ഒരു ചെറിയ ടാസ്ക് ആയി തോന്നി എനിക്ക് അതെങ്ങനെയാണ്. പക്ഷെ അങ്ങനെയാണ് അവർ ചെയ്തത്. ഞാൻ എൻ്റെ കീബോർഡെല്ലാം കൊണ്ട് ഉപയോഗിച്ചിട്ട് പാട്ടിനെ ഒരു ട്യൂൺ കേൾപ്പിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു, അതിന്റെ കോഡെല്ലാം വായിച്ചു മൊത്തം. അപ്പൊ ഒരു പല പല റൂമിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു പടത്തിന്റെ. അപ്പൊ നന്നായിട്ടുണ്ടോ, അതെ സാധനം ഒന്ന് പാടിക്കുക ആ പാട്ട്. ഒരാളും ഞാൻ 10-20 പ്രാവശ്യം ആ പാട്ട് അപ്പം തന്നെ പാടി, കാരണം ഒരു പ്രാവശ്യം പാടാൻ പറയും. അത് നല്ല അനുഭവമാണ്, അത് നല്ലൊരു അനുഭവമാണ് ആക്ച്വലി. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഡെഫിനറ്റ്ലി രവീന്ദ്ര മാഷുള്ള ആൾക്കാർ അല്ല അതുപോലെ വർക്ക് ചെയ്ത് എല്ലാവരും അവന് കൊടുക്കുന്ന ഔട്ട് നോക്കിയാൽ ഡെഫിനറ്റ് അവന്റെ വർക്കിൽ എത്ര ഇതുണ്ട്, സീരിയസ്നെസ് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ സീരിയസ് ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നുണ്ട്? ഒരു ഡയറക്ടറിന് എന്ത് ചോദിക്കാൻ പോലെ കോൺഫിഡന്റ് ഇല്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി, പടം ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോർച്ച് ചെയ്തിട്ടുണ്ടാവും, ഈ പാട്ട് ഇവിടെ വല്ല സബ് വല്ല നമ്മൾ ചെയ്യും. പക്ഷെ അയാൾ പടം ചെയ്തിട്ട് റീ റെക്കോർഡിങ് കൊണ്ടു കാണുമ്പോഴേ ആ പടം കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ വിളിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്, ഇതിനു വേണ്ടിയാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്, എന്താ എന്നെ പടം പണിയിരിക്കുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാരണം അവരുടെ പണി അവർ വിടും, അവർ സൂപ്പർവൈസിങ് പണി എല്ലാം പക്കായി ചെയ്യും, പക്ഷെ അവർ ചെയ്യാനുള്ള പണി അവർ പ്രോപ്പറായിട്ട്. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ക്ലാസ് ആയിട്ട് ഒരു മലയാളം പടം പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ പറയണമെങ്കിൽ ഏതെങ്കിലും ഡയറക്ടർ പറയാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ഞാൻ മോശം പറയുന്നില്ല, പക്ഷേ ദിസ് വൺ ഷുഡ് ബി ടേക്കൻ സീരിയസ്ലി. ഒരു സിനിമയെ സീരിയസ് എടുക്കണം, ഒരു വർക്കിനെ സീരിയസ്. ഇങ്ങനെ ഭയങ്കര ഫണ്ണായിട്ട് എടുത്താൽ വർക്കും അങ്ങനെ ഉണ്ടാവും, ഫണ്ണായിട്ടേ തോന്നും, അത് ലൈഫ് ഉണ്ടാവില്ല. ഇപ്പൊ രവീന്ദ്ര മാസ്റ്റർ ചെയ്ത പാട്ടോ അല്ലെ ജോൺസൺ മാസ്റ്റർ ചെയ്ത പാട്ടോ രാജാസന്റെ പാട്ടോ ഇപ്പൊ 30-40 വർഷം കഴിഞ്ഞാൽ നമ്മൾ അതേ ഇതിൽ കേൾക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ചെയ്യുന്ന ഒരു പാട്ട് ഒരു 10 വർഷം ഞാൻ കേൾക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഗ്യാരണ്ടി ഇല്ല അല്ലേ? ഇപ്പൊ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇതേപോലെ ഇന്ന് പറയുന്ന ആൾക്കാർ ഇന്ന മാർക്കറ്റിന് വേണ്ടി ചെയ്യാണ്, അത് മതി. ഇന്ന് പടത്തിന് ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന പാട്ടുകളായതുകൊണ്ട് അത് മതി എന്നാ തോട്ട്. പക്ഷെ ഈ പാട്ടുകൾ ഒരു 20 years കഴിഞ്ഞ് കേൾക്കുമ്പോൾ ഇതിന്റെ എഫക്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അല്ലേ, അതുണ്ടാവില്ല. അപ്പൊ വർക്കിന്റെ നൊസ്റ്റാൾജി അല്ല, വർക്കിന്റെ ക്വാളിറ്റി എന്ന് പറയില്ലേ, അത് അന്ന് ചെയ്ത വർക്കിലുണ്ടായിരുന്നു. ഞാൻ വേറൊരു കാര്യം പറട്ടെ, ഞാൻ പ്രോഗ്രാമറായിട്ട് തുടങ്ങിയ സമയത്ത് അച്ഛന്റെ അന്ന് മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് ആണ്. മുമ്പെല്ലാം എല്ലാ ഓർക്കസ്ട്ര ഒന്നൊന്ന് വായിക്കും, കാരണം അന്ന് ട്രാക്സ് ഒരുപാട് ഇല്ലായിരുന്നു. പക്ഷെ ട്രാക്സ് എല്ലാം ഒരു 16-24 ട്രാക്സ് വന്ന സമയത്ത് അച്ഛൻ പെട്ടെന്ന് ദിവസം അച്ഛൻ മൂട് പറയും, നമ്മൾ ഈ പാട്ട് കംപ്ലീറ്റ് ഓർക്കസ്ട്ര ചെയ്യുന്നു, ആവശ്യമില്ല. പക്ഷേ പ്രസാദ് സ്റ്റുഡിയോ, AVM സ്റ്റുഡിയോയിലും കണ്ടെങ്കിൽ വലിയ ഹാൾസും ഈ പർപ്പസിന് വേണ്ടി ഉള്ളതാണ്. ഈ സ്റ്റുഡിയോസ് പഴയ സ്റ്റുഡിയോസ് അല്ലേ, അപ്പൊ അന്നൊന്നും റെക്കോർഡിങ്ങിന് ഒരുപാട് ട്രാക്സ് ഇല്ല. എല്ലാവരും ഒന്നിച്ചിരുന്ന് പാട്ടുകൾ പാടി എടുത്തേ പറ്റും. അതിനുവേണ്ടി ചെയ്ത സ്റ്റുഡിയോ ആണ് ഈ പഴയ സ്റ്റുഡിയോകളെല്ലാം. അപ്പൊ അച്ഛൻ അതിനെ യൂട്ടിലൈസ് അച്ഛൻ നമുക്ക് പ്രസാദിൽ വെച്ച് ഈ ഫുൾ ഓർക്കസ്ട്ര സോങ് ചെയ്യുന്നു. അപ്പൊ അത് നമുക്ക് തോന്നുന്നു ഭയങ്കര ടെൻഷനുള്ള പോയിന്റ് ആണ്. കാരണം ഞാൻ ആ സമയത്ത് സെക്കൻഡ് പ്രോഗ്രാമായിട്ട് കീബോർഡ് ഇരുന്നിട്ടുണ്ട്. നമ്മൾ മാനുവലി വായിച്ചു പോകണം. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നമ്മൾ തെറ്റിച്ചാലും പഴയ സെറ്റപ്പ് അല്ലേ, അത് ടെൻഷൻ പാടില്ലേ. അപ്പൊ അച്ഛൻ പെട്ടെന്ന് മുകളിൽ പറയും അങ്ങനെ ചെയ്യാന്ന്. പക്ഷെ ആ ടൈപ്പ് ഓഫ് റെക്കോർഡിംഗ് ഒരു ഭയങ്കര ഡിഫറെന്റ് ഫണ്ണായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നും ആർക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഇന്നൊരു പാട്ട് ഒരു ഫ്ലൂട്ട് പ്ലെയർ വായിച്ചിട്ട് പോകുന്നു, ഒരു തബല പ്ലെയർ വായിച്ചു പോകുന്നു, എന്താണ് പാട്ട് സെപ്പറേറ്റ് ആണ്. അതിനകത്ത് എന്തുമാത്രം ഒരു വർക്കിൽ ഇൻവോൾവ് ഉണ്ടോന്ന് ചോദിച്ചാൽ 50% ഉണ്ടാവില്ല. കാരണം ഇത് എല്ലാവരും അറിയാം, വൈനിസ് എന്ത് വായിക്കണോ, ചെല്ല എന്ത് വായിക്കാൻ പോകുന്നു അല്ലെ, ഫ്ലൂട്ടിന് എപ്പൊ തുടങ്ങണം, എല്ലാവരും. ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട് ആ സമയത്ത്. ഒരു ഭയങ്കര ടെൻഷൻ, ഒരു എക്സാമിനേഷൻ വിഷയം പോലെ ഇരിക്കും, പക്ഷെ എന്നാൽ ഭയങ്കര ഫണ്ണായിരുന്നു. അതൊരു നല്ല എൻജോയ്മെന്റ് ആയിട്ടുള്ള സംഭവമായിരുന്നത്. അതുപോലത്തെ മൊമെന്റ്സ് വരുമ്പോൾ വർക്ക് ക്വാളിറ്റി ആയിട്ട് വരും, വർക്കിന് ഒരു സീരിയസ്നെസ് ഉണ്ടാവും വരും. എല്ലാം എപ്പോഴും ഫണ്ണായിട്ട് എടുക്കരുത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ഒരു എന്താ പറയുക കമലതരം പോലെ പടമോ അല്ലെങ്കിൽ ഭരതമുള്ള പടം ഇപ്പൊ വരുന്നില്ല. അങ്ങനത്തെ ഒരു പടം ഒരു മ്യൂസിക്കിന് പെർമനന്റ് ആയിട്ട് വരുന്നില്ല. ഞാൻ ഷാജിന് പറഞ്ഞു, ഷാജി അങ്ങനെ പടങ്ങൾ എന്താ പറയുക, അങ്ങനെ പടങ്ങൾ ചെയ്തിട്ട് ആര് കാണുന്ന രീതിയിലായി. ഇപ്പോഴും തെലുങ്കിലും അല്ല ബാക്കി ഭാഷയെല്ലാം ചെയ്യുമ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കൽ പാട്ടുകൾ ചെയ്യുന്നുണ്ട്. തെലുങ്കിൽ എത്രമാത്രം പടം ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരു പടം വരുന്നില്ല, അങ്ങനത്തെ ഒരു പാട്ട് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു പടം വരുമ്പോൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ, അതൊന്നും കിട്ടുന്നില്ല. അപ്പൊ അത് ഞാനിപ്പോ ഇപ്പത്തെ സിനിമയൊന്നും മോശം പറയില്ല. സിനിമ മൊത്തം മാറി
പാട്ടുകൾ മാറി, അല്ല സംഗീതം ഞാൻ മാറി, എല്ലാം മാറി. ജോൺറ ഒരു അത് ടൈപ്പ് ഓഫ് ജോൺറ വെക്കാം. സിനിമ ടോട്ടലി മാറി പോകണമെന്നില്ല. മലയാള സിനിമ ഞാനിപ്പോൾ പറയാം, ഈ തെലുങ്ക് പടം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ പടം ജയ എന്ന് ബി ജയാൻ ഡയറക്ടറാണ്. അവർ ആ പടം കഴിഞ്ഞപ്പോൾ അടുത്ത പടം ചെയ്തപ്പോൾ എൻ്റെ വെച്ച് സാജൻ, മലയാളം ഇൻഡസ്ട്രി ഇസ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി ടു വാച്ച് ഫിലിംസ്, ഗെറ്റ് മീ സം മൂവീസ് ഫ്രം കൊച്ചിൻ. കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് എനിക്ക് സീരീസ് കൊണ്ടുപോകാം, പഴയ പടങ്ങൾ എനിക്ക് പടങ്ങൾ കാണാം. കാരണം പടങ്ങൾ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യേണ്ടതെന്ന് അവരാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അവർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പെട്ടി ഫുള്ളായിട്ട് ഇവിടെ മെറൈൻ ഡ്രൈവിൽ പോയിട്ട് ഞാൻ അവിടെ ഒരു കടയിൽ നിന്ന് CDs മേടിച്ച്, പടങ്ങളുടെ CDs ഈ വർഷം മുതൽ ഈ വർഷമുള്ള പടങ്ങൾ മേടിച്ചുകൊണ്ടിരാൻ എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ മേടിച്ച് പേർക്ക് CDs കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? അങ്ങനെ എന്ന സിനിമയാണ്. തെലുങ്കുകാരും തമിഴുകാരും മലയാള സിനിമ അങ്ങനെ നോക്കില്ല, അങ്ങനത്തെ സിനിമയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ക്ലാസ് ഉണ്ടായിരുന്നു സിനിമയിൽ. ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നില്ല, ടെക്നിക്കലി വി ആർ ഗ്രോയിങ് അപ്പ്. ബട്ട് ഒരു ഡെപ്ത് ഓഫ് ദ ഫിലിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ആർട്ടിസ്റ്റ്, തിലകൻ സാർ പോലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെ, അങ്ങനത്തെ ആർട്ടിസ്റ്റ് പോലെ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും. അവർക്ക് പ്രൂവ് ചെയ്യാനുള്ള ഇത് കിട്ടുന്നില്ല, പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല, ക്ലാരിറ്റി കിട്ടുന്നില്ല, അതുപോലത്തെ ഒരു പ്രസന്റേഷൻ കിട്ടുന്നില്ല. ഓവർ ആക്ടിങ് ചെയ്യാനല്ല, നാച്ചുറലി വിൽ ക്രൈ, നാച്ചുറലി വി ഇപ്പൊ നമ്മള് നാച്ചുറലി സെറ്റിലായിട്ട് ക്രൈ ചെയ്യും അല്ല, വിൽ ലൗഡ് ഷൗട്ട് ആൻഡ് ക്രൈ നോ സംതിങ്. അപ്പൊ അതുപോലത്തെ ഒരു പെർഫോമൻസ് ഉള്ളപ്പോൾ ഏതാണ് ഒരു പടം കിട്ടുന്നത്? സെറ്റിൽഡ് ആയിട്ട് ഓൾ ഫിലിം ഗോ സെറ്റിൽഡ്, ഈവൻ ദ സോങ്സ് ഇൻ ഇറ്റ്. അതിൽ വരുന്ന പാട്ട് പോലും ജസ്റ്റ് പാസിംഗ് ആയിട്ടാണ്. അതിനകത്ത് പാട്ട് വേണമെന്നില്ല. ആ പാട്ട് എടുത്താലും അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടാലും പടത്തിലൊന്നും കുഴപ്പമുണ്ടാവില്ല. അങ്ങനത്തെ പാട്ടുകളാണ് ഇപ്പോ വരുന്നത്. ഇവിടെ പാട്ട് എടുക്കുന്നത് അങ്ങനെ, പക്ഷെ അവര് പാട്ടിന് വേണ്ടി പാട്ടെടുക്കും. ഞാൻ ഈ പടങ്ങൾ കഥ കേൾക്കുന്ന സമയത്ത് മെയിൻ ഡിസ്കഷനിൽ പോകുന്നറിയോ, ഈ പടത്തിന് പാട്ടുകൾ വേണമെന്ന് ചോദിക്കും. നമ്മളിപ്പോ പേടി തോന്നും, ഈ പാട്ടെല്ലാം പോവോ, സിനിമയിൽ പോവോ, ലൈക്ക് ഹോളിവുഡ് മൂവീസിനോ, എന്തിന് പാട്ട് വന്ന് എടുത്ത് ഡൗൺ ആവും, പാട്ട് വേണം സാർ, അങ്ങനെ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ നമ്മുടെ സിനിമ പാട്ടൊന്നും ഇല്ലാതെ 100% കളർ കിട്ടത്തില്ല. ഇറ്റ്സ് പ്രൂവ്ഡ് ആക്ച്വലി. അപ്പൊ ഞാൻ പാട്ടിന് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മാറ്റി ചെയ്യാനല്ല പറഞ്ഞത്, ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുറച്ച് പാട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുറച്ച് നല്ല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോങ്സ്. എല്ലാവരും ഗിറ്റാറിൽ വാമ്പിങ് ചെയ്ത് ട്യൂൺ ഉണ്ടാക്കുക, അതുപോലത്തെ വിഷയമില്ല. അത് ഒരു വെറൈറ്റി ഓഫ് മ്യൂസിക് ആണ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അത് പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രമാണ് മലയാള പാട്ട്, അതായത് മലയാള സിനിമ എന്ന് ആക്കി തീർക്കരുത്. അതാണ് എന്റെ അഭിപ്രായം. കുറച്ച് വെറൈറ്റി ഓഫ് സിനിമാസ് വരണം, വെറൈറ്റി ഓഫ് കഥ വരണം. സാജൻ ചെറുപ്പത്തിലെ സംഗീതം പല ആളുകളിൽ നിന്ന് പഠിച്ചുവെങ്കിലും പ്രധാന ഗുരു അച്ഛൻ തന്നെയായിരുന്നു. അച്ഛനെ ഞാൻ മാനസ ഗുരുവാണ്. അച്ഛനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. കാരണം അച്ഛനത് ഇരുന്ന് പഠിപ്പിക്കാൻ സമയം. അതുകൊണ്ടാണ് അച്ഛൻ എനിക്ക് ചൂസ് ചെയ്യുന്ന മാസ്റ്റർ നല്ല മാസ്റ്ററാണ്. അച്ഛൻ സെലക്ട് ചെയ്തത് ഞാൻ പഠിച്ച മാസ്റ്റർ നല്ല മാസ്റ്ററായിരുന്നു, അതൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ അച്ഛനത് പഠിച്ച കാര്യങ്ങളാണ്, വേറൊന്നും ഇതില്ല. എന്റെ ശരിക്കും പറഞ്ഞാൽ സമ്പത്ത് സെൽവം എന്നൊരു അച്ഛനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. സമ്പത്ത് സെൽവം പുള്ളി ഈസ് നോട്ട് നോ മോർ ആക്ച്വലി. ഞാൻ ശരിക്കും പ്രോഗ്രാം ചെയ്ത് ഞാൻ ആദ്യം അച്ഛനെ വായിക്കുന്നത് പഞ്ചലോകം എന്ന പടമാണ്. പഞ്ചലോകം എന്ന് പടമാണ് ആ പടം. പിന്നെ ടച്ചിലച്ചുണ്ട്. ഈ പടങ്ങളെല്ലാം അച്ഛൻ്റെ അസിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് സമ്പത്ത് സെൽവം എന്ന ആളാണ്. പുള്ളിന് ഞാൻ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ചെറിയ ചെറിയ TV സീരിയൽസും ബാക്സും ഞാൻ പുള്ളി കീബോർഡ് വെച്ചിട്ടുണ്ട്. നല്ല ക്ലോസ് ആണ് പുള്ളി. എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിങ്ങും കോഡ് എങ്ങനെ വായിക്കേണ്ട, ഏത് സ്ഥലത്താണ് ഏത് കോഡ് ഉണ്ട് പഠിപ്പിക്കുന്നത് പുള്ളിയാണ്. ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിയോടാണ് ശരിക്കും മ്യൂസിക് ഈ സിനിമയിൽ വന്ന് പഠിച്ചത്. എങ്ങനെയാണ് ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന ഒരു വിഷയം എന്നെ ഒരുപാട് കാര്യം പഠിപ്പിച്ചത് പുള്ളിയാണ്. ആക്ച്വലി പുള്ളി കറക്റ്റായി പറഞ്ഞു കൊടുക്കും. കോഡ് ഇപ്പിടി പോകണം, ഞാൻ പോകണോ, അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതല്ല. ഞാൻ AVM സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു വർഷം സൗണ്ടിൽ പഠിച്ചായിരുന്നു. ഒരു വർഷം ഞാൻ AVM സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ പഠിച്ചിട്ട് ഞാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ടേപ്പ് റെക്കോർഡിംഗ് ആണ്. നമ്മുടെ ഹൈ ആയിട്ടും ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പുറത്തു വരുമ്പോൾ എല്ലാം മാറി. 2000 I came out, everything's changed. വിർച്വൽ ഈ കമ്പ്യൂട്ടർ റെക്കോർഡിംഗ് വന്നു, അങ്ങനത്തെ ഒരു ഇതിൽ മാറി. പിന്നെ അത് പഠിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ സൗണ്ടിങ് വൈസ് ടെക്നിക്കലി ഒരുപാട് സിമിലർ ആയിട്ടുണ്ടെങ്കിലും യൂസിങ് മെത്തേഡ് വ്യത്യാസമുണ്ട്. അതിന്റെ ഹാൻഡിലിംഗ് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെ അല്ല, അത് സോഫ്റ്റ്വെയർ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് പഠിക്കണം. അങ്ങനെ വിഷയം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഹാർഡ് ഡിസ്ക് റെക്കോർഡിംഗാണ്. ഈ അച്ഛൻ ചെയ്ത പല പടങ്ങളിലെയും ട്രാക്ക് എടുത്തിരുന്നത് സാജനായിരുന്നു. ഞങ്ങളുടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ ഞാൻ ചിത്രച്ചിന്റെ വോയിസ് എടുത്തിട്ടുണ്ട്. ബാർമുഖിയുടെ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്തത്. ഒരുപാട് പാട്ടുകൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് സൗത്തിലുള്ള പല മ്യൂസിക് സിംഗേഴ്സ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ വർക്ക് മാത്രമല്ല, ഞാൻ അവിടെ സ്റ്റുഡിയോയുടെ സമയത്ത് പലരും വന്ന് പാടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 70% സിംഗേഴ്സ് റെക്കോർഡ്. SPB സാർ, ദാസൻകുറിപ്പ് എല്ലാവരും പാടി എടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു 10-15 പടങ്ങളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആൽബം സുറേ ചെയ്തിട്ടുണ്ട്. ജ്വാലയ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. അത് ഞാനാണ് അച്ഛൻ കമ്പോസ് ചെയ്തത്. നമുക്കൻ്റെ പ്രൊഡക്ഷനിൽ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ആ ടൈറ്റിൽ സോങ് അച്ഛൻ കമ്പോസ് ചെയ്ത് ഞാനാണ് എൻ്റെ പ്രോഗ്രാമിങ് ചെയ്തതല്ല. ഒരുപാട് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. നമ്മൾ സ്റ്റുഡിയോയിൽ ഒരു മ്യൂസീഷ്യൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. ഇത് പഠിക്കുന്ന കാര്യങ്ങളല്ല, നമ്മൾ എവിടെ ആറിന് വർക്ക് ചെയ്യുന്നു അത് വിഷയമാണ്. ഞാൻ ആദ്യം കീബോർഡ് വായിക്കുന്ന അച്ഛനല്ല, ആദ്യം വായിക്കുന്നത് ചെറിയ ദിവസം എന്നാണ്. എന്തോ ആൽബം വർക്കാണ്. എനിക്ക് പാട്ടൊന്നുമില്ല, ഒന്നു രണ്ട് പാട്ട് ആദ്യം പുള്ളിക്കാണ് ഞാനൊരു പബ്ലിക്കായിട്ട് ഒരു സാധനം പ്രോഗ്രാം ചെയ്ത്
ഇറക്കുന്നത് പുള്ളിക്കാണ്. പിന്നെയാണ് അച്ഛനെ വായിക്കാൻ തുടങ്ങിയത്. ഈ മറ്റേ പഞ്ചലോകം പിന്നെയാണ് വായിക്കുന്നത്. ഈ സംഗീത സംവിധായകനപ്പുറത്ത് അച്ഛൻ വീട്ടിലെങ്ങനെയായിരുന്നു? വീട്ടിൽ നല്ലൊരു അച്ഛനായിരുന്നു. അച്ഛന് വേറെ ഒരു ഫ്രണ്ട്സോ അങ്ങനെ ഒന്നും ഇല്ല. അച്ഛന്റെ വീട്ടിലെ സമയത്തും അച്ഛന്റെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് വിഷയങ്ങൾ മാത്രമേ നോക്കൂ. ഞാൻ വേറെ ഒരു ടോപ്പിക് സംസാരിക്കുന്നതായിട്ടോ അല്ല വേറൊരു വിഷയത്തില് പുള്ളി എൻഗേജ്ഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പുള്ളി സ്റ്റുഡിയോ പോകും, വീട്ടിൽ വരും. ഇതിനല്ലാതെ വീട്ടിലാണെങ്കിൽ കമ്പോസിങ് ആൾ വീട്ടിൽ വന്നിട്ടുണ്ടാവും, ഡിസ്കഷൻ വീട്ടിൽ നടക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടൽ മുറിയിൽ നടക്കും, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് നടക്കും. ഇത് മാത്രമല്ല അച്ഛൻ ജീവിതം. ഈ അച്ഛന്റെ ശൈലിയിൽ നിന്ന് വേറിട്ടൊരു ശൈലിയാണല്ലോ ഷാജൻ. അല്ല, മാറ്റം എപ്പോഴും ഉണ്ടാവും. അത് ഉണ്ടാവണം. കാരണം നമ്മള് വേറെ വേറെ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒന്ന് രണ്ടാവശ്യം ഞാൻ പറഞ്ഞില്ലേ, രവീന്ദ്രൻ മാസ്റ്ററിന്റെ കൾച്ചർ വേറെയാണ്. രവീന്ദ്രൻ മാസ്റ്റർ ജനിച്ച് വളർന്നത് എന്താണോ പുള്ളിന്റെ മ്യൂസിക് ഏതായിരിക്കും. ഞാൻ ജനിച്ച സിറ്റിയിലാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 9ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ടേ കേൾക്കാൻ തുടങ്ങിയത്. രവീന്ദ്രൻ മാസ്റ്റർ, കാരണം അച്ഛൻ എപ്പോഴും പറയും പാട്ട് വീട്ടിൽ കേൾക്കുമ്പോൾ കേരളം മൊത്തം എന്റെ പാട്ട് കേൾക്കുന്നത്, പക്ഷെ എന്റെ വീട്ടിൽ മക്കൾ എന്റെ പാട്ട് കേൾക്കുന്നില്ലെന്ന് പറയാൻ പറ്റുന്നത്. ഞങ്ങൾ ആക്ച്വലി രാജാസാറിന്റെ ഫാനായിരുന്നു 3 പേരും. എപ്പോഴും നോക്കിയാൽ ആ റൂമിനകത്ത് വലിയ സ്പീക്കർ ഇട്ട്, ഹാളിൽ ഒരു വലിയ സ്പീക്കർ സെറ്റ് ഉണ്ടാവും, അത് അച്ഛന്റെ പാട്ട്. ഞങ്ങൾ ഇവിടെ വന്ന് റൂമിൽ ഞങ്ങൾക്ക് സ്പീക്കർ, അവിടെ ഇപ്പൊ രാജാസാറിന്റെ പാട്ടാണ് കൂടുതൽ. 3 പേര് ഭയങ്കര രാജന്റെ ഭയങ്കര ഫാസിനേറ്റഡ് ആണ്. അപ്പൊ അച്ഛൻ എന്റെ പാട്ട് കേൾക്കാൻ എന്റെ മക്കളില്ല അങ്ങനെ പറയും. പക്ഷെ അച്ഛന്റെ പാട്ടുകൾ പിന്നെ നമുക്ക് ഈ മ്യൂസിക്കെല്ലാം മനസ്സിലാക്കി കുറച്ചുകൂടി വിഷയം സീരിയസ് എടുക്കുമ്പോൾ കേൾക്കുമ്പോൾ അച്ഛൻ എന്തോ മാത്രം ചെയ്തിട്ടുണ്ടെന്ന്. അല്ല, ഈ രാജസാറിന്റെ പാട്ടുകൾ സ്വാധീനിക്കാൻ എന്തായിരുന്നു? ഞങ്ങൾ തമിഴറായിരുന്നു. തമിഴ്നാട് ജനിച്ചു വളർന്ന ആൾക്കാരാണ്, തമിഴ് പഠിച്ച ആൾക്കാരാണ്. പിന്നെ നമ്മൾ അവിടുത്തെ ഇപ്പൊ രാജസാറിന്റെ പാട്ട് ഇഷ്ടത്തുള്ള മലയാളി ഉണ്ട്, ആരെങ്കിലും ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ അവിടെ ഇരുന്ന് കൂടുതലും ഇൻഫ്ലുവൻസ് ആവുന്ന അങ്ങനെ ആയതുകൊണ്ട് ആയിപ്പോയതാണ്, ചെന്നൈയിലായതുകൊണ്ട്. ഇന്നത്തെ സംഗീതത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? മാറ്റങ്ങൾ ഇപ്പോഴും നല്ലതാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ നമ്മൾ ഒരു ലാംഗ്വേജിന്റെ കൾച്ചർ ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹിന്ദി പാട്ടുകൾ എത്ര മോഡേൺ ആയിട്ട് എന്താ ഓർക്കസ്ട്രേഷനോ ടെക്നിക് മാറുന്ന അവരുടെ പാട്ടിന്റെ ഒരു എസൻസ് ഇപ്പോഴും പഴയ ഹിന്ദി പാട്ടിന്റെ ഒരു മൂഡ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് ഹിറ്റാവില്ല. ഇപ്പൊ ഹിറ്റായ പാട്ട് കേട്ടാലും ഒരു പഴയ പാട്ടിന് ഒരു ജസ്റ്റ് ഒരു അതവരുടെ കൾച്ചറാണ്. ഇറ്റ്സ് നോട്ട് കോപ്പി ഓർ അവർ അതിനെ ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ അതിന് ഒരു ടച്ച് ഉണ്ടാവും. മലയാളത്തിന്റെ സിനിമയായാലും പാട്ടുകളായാലും മ്യൂസിക് എല്ലാത്തിനും ഒരു നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന് മിസ് ചെയ്യാതെ പാട്ടിൽ കണ്ടംപററി ഉണ്ടാക്കി വിട്ട കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഒരു എസൻസ് വെച്ച് ചെയ്യണം ടോട്ടലായിട്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വരുന്ന പാട്ടുകൾ ഒരു തമിഴിൽ ചെയ്യുന്ന ട്യൂനെ അല്ല ഹിന്ദിയിൽ ചെയ്യുന്ന ട്യൂനെ മലയാളത്തിൽ ലിറിക്ക് മാറ്റിയാൽ എങ്ങനെ സൗണ്ട് ചെയ്യും, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്ന പല പാട്ടുകളും അങ്ങനെയാണ്. ഒരു തമിഴ് പാട്ടിനെ നമ്മൾ മലയാളത്തിൽ ലിറിക്ക് എഴുതി എങ്ങനെ കേൾക്കും, അങ്ങനെയാണ് കേൾക്കുന്നത്. അത് നല്ലതാണ്, ഒരു വെറൈറ്റീന് ഓക്കെയാണ്. പക്ഷെ എല്ലാം അങ്ങനെ മാറി തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ട് ഒരു ഒറിജിനൽ ഉണ്ട്, അത് വിട്ടുപോകുന്ന എന്റെ തോട്ട് അല്ലേ. ഈ രാജസാർ അല്ലാതെ പിന്നെ സ്വാധീനിച്ച സംഗീത സംവിധായകരൊക്കെ രഘുമാൻ സാറുണ്ട്, രഘുമാൻ സാർ പാട്ടുകളുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ രാജസാറിന്റെ തന്നെ ലൈഫ് ലോങ് കേൾക്കാനുള്ള പാട്ടുകളുണ്ടല്ലോ, വെറൈറ്റി ഉണ്ടല്ലോ. വടക്കുന്നാല് ഗംഗ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അന്നത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, രവീന്ദ്രൻ സംഗീതം ചെയ്യുന്ന ലാസ്റ്റ് പാട്ടായിരിക്കും യേശുദാസ് പാടുന്നത്, അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി വല്ലതും അറിയാം? അല്ല, അത് അച്ഛന് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ല, ഫിസിക്കൽ ഇഷ്യൂ വരുന്നുണ്ടല്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രി മാറുന്ന സമയമാണ്, പാട്ടുകളുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അച്ഛൻ തോന്നി ഇനി നമുക്ക് ഇതില് നമ്മൾ ഫീൽഡ് ഔട്ട് ആവും, നമ്മൾ ഇനി ഇതിനകത്ത് ഇതുപോലെ പാട്ട് വന്ന ആളുകൾ കേൾക്കില്ല. അങ്ങനെ ഒരു തോട്ട് പുള്ളിക്ക് അത് സ്ട്രോങ് ആയി വന്നുകൊണ്ട് പുള്ളി അച്ഛൻ അപ്പൊ തന്നെ പോയിട്ട് ആ തമ്പുരു അങ്ങനെ മേടിച്ച അച്ഛൻ അവിടെ സംഗീത് മാല മേടിച്ചാണ് ഇവിടത്തെ ആ സമയത്ത്. ഞാൻ ഇനി കച്ചേരി ചെയ്യാൻ, സ്റ്റേജ് കച്ചേരി ചെയ്യുമ്പോൾ ഞാൻ ഈ പടങ്ങൾ ചെയ്യുന്നില്ല. കാരണം സിനിമയുടെ മ്യൂസിക് മാറി, ചോദിക്കുന്ന പാട്ടുകളുടെ രീതി മാറി, എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്റെ സംഗീതം ഇതാണ്. ഗംഗ എന്ന് പറയുന്ന അതേ ലെവലിൽ വരുന്ന പാട്ടുകൾ വേറെ സാർ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ നിറങ്ങളെ പാട്ട് ഞാൻ പറഞ്ഞത്, ആ പടത്തിന്റെ സിറ്റുവേഷൻ ആ പാട്ട് വലുതായില്ലെങ്കിലും രവീന്ദ്ര മാസ്റ്റർ വർക്കിൽ അത് വലുതാവും, പാട്ട് വലുതാവും. എല്ലാ പാട്ടിനും പ്രമോദനം മാത്രം അല്ലാതെ തന്നെ ഏതോ നിത്ര തന്നെ ആ പാട്ടായിക്കോട്ടെ അല്ല, എല്ലാ പാട്ടുകളും മനസ്സിൻ ആ പാട്ട്, എല്ലാ പാട്ടിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. സംഗീതവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പുള്ളി പലരുമായി കലഹിച്ചിട്ടുണ്ട്, അത് ചിലർ മുതലെടുത്തിട്ടുമുണ്ട്. അത്തരം കഥകളൊക്കെ പറയാറുണ്ട്. അച്ഛൻ അതൊന്നും സംസാരിക്കാറില്ല, അത് വിഷയമേ അല്ല. ആ സമയത്ത് ഞാൻ അച്ഛന്റെ വേറെ കാര്യം, ഒരു മനസ്സിനകത്ത് വെച്ച് ഒരു ഫ്യൂച്ചറിൽ അവനെ നോക്കാം അങ്ങനെയൊന്നും അച്ഛനില്ല. അപ്പൊ തന്നെ ഫോൺ ചെയ്ത് വിളിച്ച് എന്തൊക്കെ ചീത്ത വാക്കുണ്ടോ അപ്പൊ തന്നെ അവരെ തീർക്കും, അത് തീർക്കും. പിന്നെ വിഷയമേ ഇല്ല, ടോപ്പിക് ഇല്ല. അച്ഛന് ആരോട് പ്രശ്നം ഉണ്ടായി അപ്പൊ വിളിച്ചത് ആരായാലും അതിനോട് വരുന്ന കോൺസിക്വൻസ് ഒന്നും ചിന്തിക്കില്ല. വിളിച്ച് നീ ഇങ്ങനെ ചെയ്തൂടാ, കുറേ ചീത്ത വിളിച്ചിട്ട് ഇനി മേലിങ്ങോട്ട് വെക്കും, ഫോൺ വെക്കും. പിന്നെ അച്ഛൻ മറക്കും. അതേ ആളിനെ അച്ഛൻ പിന്നെ കണ്ടാൽ എങ്ങനെയുണ്ട് സുഖമാണെന്ന് ചോദിക്കും. അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ആളാ. പക്ഷെ പലരും ഒഴിഞ്ഞു മാറിയിട്ടുണ്ടല്ലോ. എത്രയോ പടങ്ങൾ അച്ഛൻ കഥ പറയുമ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നുള്ളത് എന്തിനാ പടം ചെയ്യുന്നത്, എങ്ങനെ നിങ്ങൾ റിലീസ് ചെയ്യും, എന്തിനു ചെയ്യുന്നു, അങ്ങനെ പടം മുടക്കിയിട്ടുണ്ട്. നമ്മളൊരു പടം വന്നാൽ നമ്മൾ കമ്മിറ്റ് ആവും, നമ്മളത് നോക്കില്ലല്ലേ. പുള്ളി നോക്കി എങ്ങനെ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കാർ റിലീസ് ചെയ്യാൻ പോകുന്നതാണ്, ഈ പടം എങ്ങനെ വർക്കൗട്ട് ആവും, ഇതിൽ നിന്ന് ഞാൻ ചെയ്യാൻ തായിരിക്കുന്നത്, നിങ്ങൾ വേറെ ആൾ ചെയ്യും.
അങ്ങനെ പറഞ്ഞ അപ്പൊ ആ പടങ്ങൾ വേണമെന്ന് ഡെസ്പറേഷൻ ഒന്നും വിളിക്കില്ല. എല്ലാവർക്കും യേശുദാസ് വേണം. പുതിയ മ്യൂസിക് വന്നാലും വലിയ മ്യൂസിക് വന്നാലും ഏത് കമ്പോസിഷൻ ആയാലും സിമ്പിൾ പാട്ടായാലും യേശുദാസ് ശബ്ദം കേൾക്കണം. അങ്ങനെ കാലത്ത് എല്ലാവരും വിഷമുണ്ടായിരുന്നു.